ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പം ഒരുപാട് ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് റെസ്യൂം നമ്മൾ കൊടുക്കേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അതായത് നമുക്ക് ഇപ്പം മെയിൽ വഴിയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ റെസ്യൂം നമ്മൾ അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ റെസ്യൂം നിങ്ങളുടെ മൊബൈൽ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ നല്ലൊരു പ്രൊഫഷണൽ റെസ്യൂം നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ഫ്രീ ആണ്, നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ടൂളാണ്. ഒന്ന് നമുക്ക് പറയുന്ന ക്യാൻവ ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം, എങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ ക്യാൻവ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു മൊബൈൽ ആപ്പും അതുപോലെ അവർക്ക് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാൻവയുടെ സഹായത്തോടെയും അതുപോലെ നമുക്ക് ചാറ്റ് GPT, അപ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ. അപ്പോൾ നമുക്ക് ചാറ്റ് GPT നമുക്ക് ഇങ്ങനെ നമുക്കൊരു നല്ലൊരു CV, ഒരു പ്രൊഫഷണൽ ടച്ചുള്ള CV നമുക്ക് അതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ക്യാൻവയുടെ സഹായത്തോട് രണ്ടിൻ്റെയും ഒരു കൂട്ടമായിട്ടുള്ള ഒരു സഹായത്തോടു കൂടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ മാത്രം മതി, നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ചാർജോ കാര്യങ്ങളൊന്നും ഉണ്ടാവും. വളരെ സിമ്പിളായിട്ട് അടിപൊളി CV നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ജോലിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം CV തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരൊക്കെ ശ്രദ്ധിക്കുക, നല്ല CV നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നല്ല CV എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അപ്പം ഇംപ്രസീവായിട്ട് തോന്നുന്ന രീതിയിൽ കുറച്ച് വളരെ നല്ലൊരു വ്യക്തമായുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കുകയും വേണം കേട്ടോ. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സ്കില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ട് വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇനി നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതിലെ സ്ക്രീൻ റെക്കോർഡ് നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൊബൈൽ വെച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയെങ്കിലും മൊബൈലാണല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ മൊബൈലാകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ നമ്മളിങ്ങനെ ഈ പറയുന്ന ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊബൈൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യാൻവയുടെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യാൻവയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തവരാണെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ക്യാൻവയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ജസ്റ്റ് ക്യാൻവ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, CANVA കേട്ടോ, ക്യാൻവ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണുന്നുണ്ട് ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഓൾറെഡി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യം നമ്മൾ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാം അതിൽ ഡോഗ്സ്, മൊബൈൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ്, ഫ്രീ ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് വളരെ പ്രൊഫഷണൽ ടച്ചുള്ള നമുക്ക് വേണമെങ്കിൽ പെയ്ഡായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. പേയ്മെൻറ്റ് നമുക്ക് കൊടുത്തിട്ട് അങ്ങനെയുള്ളത് ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലാതെ നമുക്ക് ഇഷ്ടം കണക്കിൽ ആയിരക്കണക്കിന് ഫ്രീ ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിലിപ്പം കാണിക്കുന്നത് നമ്മൾ റെസ്യൂമാണ്. അപ്പോൾ ക്യാൻവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ജസ്റ്റ് റെസ്യൂമാണ്, ജസ്റ്റ് നമ്മൾ റെസ്യൂമെ ടൈപ്പ് ചെയ്യുക. ഇവിടെ റെസ്യൂമെന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ റെസ്യൂമെന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് നമ്മൾ റെസ്യൂമെന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കത് അവിടെ ഒട്ടനവധി നിങ്ങൾക്ക് കാണാം 16 ടെംപ്ലേറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പറയുന്ന റെസ്യൂമിൻ്റെ ടെംപ്ലേറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ചിലത് നിങ്ങൾക്ക് ഇവിടെ കാണാം, അതൊക്കെ പ്രോന്ന് കാണാം. അപ്പോൾ പ്രോന്ന് കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ചിലതൊക്കെ പെയ്ഡാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. നമ്മൾ ഇതിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ അതല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട്, ഞാനൊക്കെ ഇത് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം പ്രൈസ് എന്നുള്ള ഭാഗമുണ്ട്. ഇവിടെ ഈ പ്രൈസ് എന്നുള്ള ഭാഗം ടച്ച് ചെയ്ത് ജസ്റ്റ് ഫ്രീ എന്നുള്ളത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് മാത്രം നമുക്ക് കളക്ട് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഇതൊക്കെ അടിപൊളിയാണ്. നമുക്ക് വളരെ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ കയ്യിലുള്ള CV ഇതുമായി ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഒരു പ്രൊഫഷണൽ ടച്ചുള്ള നമുക്ക് ഇപ്പം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട, ഇപ്പോൾ വേഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കുറേ ടൈം എടുക്കും. വളരെ നമുക്കുള്ള ഫ്രീ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതാണിപ്പോൾ ഞാൻ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ഇതായി എനിക്ക് തോന്നി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ്സ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ നമ്മുടെ ലോഡായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ടെംപ്ലേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഞാൻ ചാറ്റ് GPTൻ്റെ കാര്യത്തിലേക്ക് വരാം കേട്ടോ. നമുക്ക് യൂസ്ഫുൾ ആണെന്ന് എവിടെയാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എൻ്റെ പേര് നമ്മൾ രാജു എന്നാണ് നമ്മൾ കൊടുക്കുക നമ്മുടെ ചാനലിൽ. ഇപ്പോൾ ഞാൻ രാജു ഞാൻ ഇപ്പോൾ ജിയോളജിസ്റ്റ് എന്നുള്ളതാണ് ഞാൻ. ഓക്കെ, എൻ്റെത് ജിയോളജിസ്റ്റാണ്. ഞാനിപ്പോൾ ജിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നിങ്ങളുടെ മേഖല ഏതാണെന്ന് എനിക്ക് അതനുസരിച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഡാറ്റ അനലിസ്റ്റ് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ ടെക്നീഷ്യൻ അങ്ങനെയുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ജിയോളജിസ്റ്റ്. ഓക്കെ, നമുക്ക് ഈ ഫോണ്ടൊക്കെ സൈസ് നമ്മുടെ ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരും. ജസ്റ്റ് നമ്മളതിൽ ടച്ച് ചെയ്താൽ നമുക്കിത് പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് നമുക്ക് അതിൻ്റെ പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ടച്ച് ചെയ്ത് നമുക്കിത് അത് എഡിറ്റ് ചെയ്യാനുള്ളത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റും നമുക്ക്. ഓക്കെ, നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ,
അപ്പം ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ എബൌട്ട് മീ എന്നുള്ളതാണ്. അപ്പോൾ എബൌട്ട് മീ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ പലർക്കും നമ്മൾ എങ്ങനെ കൊടുക്കണം, വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ചാറ്റ് ജി പിയുടെ സഹായത്തോടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുറിച്ച് നല്ല വ്യക്തമായിട്ടൊരു നിങ്ങളുടെ ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതിക്കോളൂ, കുഴപ്പമില്ല. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എബൌട്ട് മീ എന്നുള്ളത് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ചാറ്റ് ജി പി ടിയുടെ സഹായത്തോടെ നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ബാക്ക് അടിക്കുന്നു. ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടി എന്നൊന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ കാണാം ചാറ്റ് ജി പി ടി. നമ്മൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ജി പി ടി നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡയറക്റ്റായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അവിടെ ചാറ്റ് ജി പി ടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചാറ്റ് ജി പി ടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേജ് ആയിരിക്കും. ഇത് നമ്മൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്താൽ എന്താ ബെനിഫിറ്റ് വെച്ചാൽ നമ്മളിതിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ആയിരിക്കും. പിന്നെ നമ്മൾ അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി സൈനപ്പ് ചെയ്യുന്നില്ല. മൊബൈലിൽ ഞാൻ ഓൾറെഡി സിസ്റ്റത്തിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഈ പറയുന്ന വളരെ സിമ്പിളായിട്ട് ഒരുപാട് എഫക്റ്റീവായിട്ട് നമുക്ക് പല കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ ഒരു എന്താണ് മെസ്സേജ് കൊടുക്കുകയാണ്, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളൊന്നും വേണമില്ല. ഹെൽപ്പ് മീ റൈറ്റ് മൈ റെസ്യൂം. ഓക്കെ, റെസ്യൂം. ഓക്കെ, ഹിയർ ഈസ് മൈ പ്രൊഫൈൽ. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ബ്രീഫ് എന്ന് കൊടുക്കുന്നു, ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ അടുത്ത സെൻറ്റൻസ് ആയിട്ട് നമ്മുടെ ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുക്കാം. അപ്പം എൻ്റെ പേര് നമ്മൾ മൈ നെയിം ഈസ് രാജു കൊടുത്തു. ഇതിനെന്താ നമ്മൾ പഠിച്ചത് വെച്ചാൽ അനുസരിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ MSc, നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നാലും അതിനനുസരിച്ച് നമുക്ക് ഒരു ബ്രീഫായിട്ടുള്ളൊരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഇത് കിട്ടും, നമുക്ക് ഔട്ട് കിട്ടും. ഓക്കെ, MSc ജിയോളജി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഒരുപാട് ടൈപ്പ് നമുക്ക് ടൈം പിടിക്കും. ജിയോളജി നമ്മൾ എവിടെയാണ് പഠിച്ചാൽ അത് നമ്മൾ കൊടുക്കുക. ഫ്രം ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇരിക്കുക. ഓക്കെ, ദെൻ നമ്മളിവിടെ ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ പഠിച്ചാൽ ഒരുപാട് മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ അതിൻ്റെ ഡ്യൂറേഷൻ, കോഴ്സ് കംപ്ലീഷൻ്റെ ഡ്യൂറേഷൻ നമ്മൾ കൊടുക്കുക. ഓക്കെ, കംപ്ലീറ്റഡ് എന്ന് കൊടുത്താൽ മതി. കംപ്ലീറ്റഡ് ഏത് വർഷമാണെന്നുള്ളത് കൊടുക്കുക. ഏത് വർഷമാണെന്ന് കൊടുക്കുക. 2023 ആണെന്ന് വിചാരിക്കുക അപ്പം ഞാൻ. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഞാനിപ്പം ജിയോളജിസ്റ്റ് ജോലിയാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഞാനിവിടെ നിങ്ങൾ ഏത് കാറ്റഗറി ഉള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ ജോലി ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് അവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. ഏതാണിപ്പം നിങ്ങൾ ഇപ്പം എന്താ പറയുക, എഞ്ചിനീയറിംഗ് ആണോ, അല്ലെങ്കിൽ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയർ ആണോ, അതെല്ലാം നിങ്ങൾക്ക് മറ്റേ ഡാറ്റ അനലിസ്റ്റ് ആണോ, ഏതാ വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് സോഫ്റ്റ്വെയർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബിൽഡർ അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ഇവിടെ കൊടുക്കാം. ഇപ്പം ഞാൻ ജിയോളജി ആയതുകൊണ്ട് ഞാനിവിടെ ഐ ആം കറൻ്റ്ലി looking for a geologist job. ഞാൻ ജിയോളജിസ്റ്റാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ ഞാൻ ജിയോളജിസ്റ്റ് ജോബുമായി ബന്ധപ്പെട്ടുള്ളൊരു എന്താണ് അപേക്ഷ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ റെസ്യൂമെ ബിൽഡ് ചെയ്യുന്നത് വിചാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കുന്നത്. നിങ്ങൾ ഏതിനാണോ ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളവിടെ പേര് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ കറൻ്റ്ലി എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഐ ആം കറൻ്റ്ലി വർക്കിംഗ് ആസ് എന്താണ് ഇപ്പോൾ ജിയോളജിസ്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡാറ്റ സയൻസ് ആണോ, അങ്ങനെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അനുസരിച്ച് അവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ആ ഇയർ അടക്കം നമ്മൾ കറണ്ട് ഇയർ ആണെങ്കിൽ അതനുസരിച്ച് അവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഏതെങ്കിലും പ്രൊജക്റ്റൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ഡൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊജക്റ്റാണ് ചെയ്ത് വെച്ചാൽ അതനുസരിച്ച് അതിന് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ഇയർ കൊടുക്കാം. ഇതൊക്കെ കൊടുത്താൽ നമുക്ക് ചാറ്റ് ജി പി ടി നല്ലൊരു എന്താണ് ഒരു ഔട്ട് നമുക്ക് തരും. അപ്പോൾ ഞാനിവിടെ കൊടുത്ത് ജസ്റ്റ് ഇതായി ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ചാറ്റ് ജി പി ടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെസ്യൂമയുടെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ബ്ലാങ്ക് പ്രൊജക്റ്റ് തുടങ്ങി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടൈപ്പ് ചെയ്യുന്നതിൽ ഇതും പാടെ കൂടി ചേർക്കട്ടോ. നമുക്ക് ബ്രീഫ് പ്രൊഫൈൽ എന്നും പാടെ നമ്മൾ കൊടുക്കുക. അതായത് ഹെൽപ്പ് മീ റൈറ്റ് മൈ റെസ്യൂം വിത്ത് ബ്രീഫ് പ്രൊഫൈൽ എന്നും പാടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടി ചേർക്കട്ടോ. അത് മാത്രം ചെയ്യുന്നത് ജസ്റ്റ് നമ്മളൊന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ജസ്റ്റ് എൻ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പ്രൊഫൈലൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം നമ്മളിവിടെ കാണിക്കുക. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുക. ഇത് നമ്മൾ കോപ്പി ചെയ്യാം. ഓക്കെ, നമ്മൾ കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെംപ്ലേറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ടെംപ്ലേറ്റ്സ്. ഓക്കെ, ഇവിടെ എബൌട്ട് മീ എന്നുള്ളത് ഇതാണ് നമ്മുടെ പ്രൊഫൈൽ. ഓക്കെ, അത് ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നു, ഞാനത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എബൌട്ട് മീ MSc ജിയോളജി ഗ്രാജുവേറ്റ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മൾ ബ്രീഫായിട്ട് കേരള കംപ്ലീറ്റഡ് ഇൻ ഉണ്ടായിരുന്നത് കറൻ്റ്ലി സീക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഫീൽഡ് ഓഫ് ജിയോ. അപ്പോൾ നമ്മളെ കുറിച്ചിട്ട് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതോടെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അടിച്ച് നമുക്ക് തന്നെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും. ഞാൻ അങ്ങനെ കഴിയാത്തവരുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താണ് ChatGPT ഒരു സാധ്യത ചെയ്യാം. ഇനി നമ്മൾ ഇവിടേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊഫൈലിൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യണം. ഞാൻ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം. ഈ ഫോട്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ബട്ടൺ കൊടുക്കുന്നു. ഇവിടെ താഴെ കാണാം ഡിലീറ്റ് ഇമേജ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം റീപ്ലേസ്. ഇതിൽ തന്നെ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റീപ്ലേസ് എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോ നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ മോളുടെ പിക്ചർ എടുക്കുന്നത്. ജസ്റ്റ് ഇപ്പം നമുക്ക് നമ്മുടെ പിക്ചർ കൊടുക്കട്ടെ. ഞാൻ ഇപ്പോൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് മോളുടെ പിക്ചർ. നിങ്ങൾ നല്ലൊരു പാസ്വേഡ് ഫോട്ടോഗ്രാഫ് അതിലേക്ക് കൊണ്ടുവരാം. നല്ലൊരു നീറ്റായുള്ളൊരു ഫോട്ടോ അതിൽ ആഡ് ചെയ്യണേ. ഇനി നമ്മളിവിടെ നിങ്ങൾക്കാണ് അത് സൂം ചെയ്യാം, സൂം ഔട്ട് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഓക്കെ, അതിന് പകരം നമ്മളുടെ കോൺടാക്ട് നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ മെയിൽ ID നമ്മുടെ GOCL@edulland കൊടുക്കാം. ഓക്കെ, edulland@gmail കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിലീറ്റ് ആക്കാം. ജസ്റ്റ് ടച്ച് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഈ ഐക്കൺ ടച്ച് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മൾ കുറച്ച് മുകളിലേക്ക് കൊടുക്കുക. ഒന്ന് ഡ്രാഗ് ചെയ്ത് ജസ്റ്റ് നമുക്കതിലേക്ക് ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ സൈസ് ബട്ടൻ്റെ സൈസൊക്കെ നമുക്ക് കുറയ്ക്കാൻ കൂട്ടാനൊക്കെ കഴിയും കേട്ടോ. ഓക്കെ, അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ അഡ്രസ്സ് എവിടെയാണ്? ഇപ്പോൾ ഞാനിവിടെ കാലിക്കറ്റ്. ഓക്കെ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ബേസിക്കായുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, കേരള, ദെൻ പിൻകോഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് പ്രദേശത്തിൻ്റെ പേരൊക്കെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇത് കുറച്ച് മേലോട്ട് കയറിപ്പോയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ നേരെ തന്നെ ആക്കാം. നമുക്കതിന് കറക്റ്റായിട്ട് സ്പേസ് ഇട്ട് നമ്മൾ കറക്റ്റ് തന്നെ കൊടുക്കാം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ MSc ജിയോളജിയാണ്. MSc നിങ്ങൾ എന്താണോ വെച്ചാൽ നിങ്ങൾക്ക് അനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ജിയോളജി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതിന് ഏത് യൂണിവേഴ്സിറ്റിയാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്ന ChatGPT തന്നെ യൂസ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്താണ്. ഇവിടെ ഡ്യൂറേഷൻ ഇപ്പോൾ 2020 ടു നമുക്ക് 2023 വിചാരിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ MS ഉണ്ട്, അതുപോലെ ഞാനിപ്പോൾ BSc പഠിച്ചിട്ടുണ്ടെങ്കിൽ BSc കൊടുക്കാം. ഇനി അതില്ലേ നമുക്കിത് ഡിലീറ്റ് ആക്കി കളയാം കേട്ടോ. നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനാണ് ഡിലീറ്റ് ആക്കാം. ഇനി എന്തെങ്കിലും ഡിപ്ലോമ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അനുസരിച്ച് ഇവിടെ ആഡ് ചെയ്യാം. ഞാനിവിടെ BSc ജിയോളജി ആഡ് ചെയ്യാണ്. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ 2016 ടു 2000 ഇതൊക്കെ ഞാൻ വെറുതെ ഒരു നമ്പർ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, 19 കൊടുക്കുകയാണ്. സോറി, 2019. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തു. ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കോൺടാക്ട് നമ്പർ എടുത്തു. ഇനി നിങ്ങളെ എക്സ്പെർട്ടൈസ് ആണ്, നിങ്ങൾ ഏതിലൊക്കെയാണ് നിങ്ങൾക്ക് സ്കില്ലുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്കില്ല് നമുക്കിത് അപ്പം തന്നെ ഞാനിപ്പോൾ ChatGPT തന്നെ എടുത്ത് കാണിച്ചുതരാം. ഈ സ്കില്ല് ആഡ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതൊക്കെ നമുക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്ത അവിടെ സ്കില്ലുകൾ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ജിയോളജിക്കൽ മാപ്പിംഗ് ഇതൊക്കെ നമുക്കറിയാം. ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് അറിയുന്നത് വെച്ചാൽ നമ്മൾ അത് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സ്കില്ല് ഏതൊക്കെയാ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാടൊക്കെ ആഡ് ചെയ്യാം. ഞാൻ എളുപ്പത്തിന് ഇത് അവിടെ ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ അത് ഓരോന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യട്ടോ. ഞാനിപ്പോൾ ഇത് മൊത്തമായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇത് മൊത്തമായിട്ട് ആഡ് ചെയ്യുമ്പം പ്രശ്നമാണ്. അപ്പോൾ ഓരോന്ന് വന്നിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ജിയോളജിക്കൽ മാപ്പിംഗ് ഇത് കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഞാൻ 2-3 കൊടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം നമ്മളിതിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഒന്ന് അവിടുന്ന് ഡിലീറ്റ് ആക്കാം, എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. ജിയോളജിക്കൽ മാപ്പിംഗ്. ഇതിനടുത്ത് രണ്ടാമത്തതിൻ്റെ നമ്മൾ എന്തിനു പറഞ്ഞാൽ സ്കില്ല്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വെച്ചാൽ നിങ്ങളുടെ സ്കില്ല് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. പക്ഷേ ആ സ്കില്ല് നമുക്ക് ഉണ്ടാവണം കേട്ടോ. വെറുതെ നമ്മൾ കൊടുത്താൽ പോരാ, നമുക്കതുമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. കാരണം നമുക്ക് ഈ പറയുന്ന ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ നമുക്ക് ജോലി തരിക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഏതൊക്കെയാണ് ഇപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതൊക്കെ അതിനൊക്കെ നമുക്ക് ChatGPT നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കറക്റ്റായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്കില്ല് ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് കാണിക്കും. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ പറയുന്ന കോളത്തിൻ്റെ ലെങ്ത്തൊക്കെ നമുക്കൊന്ന് കൂട്ടിക്കൊടുത്താൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതാവും. അപ്പോൾ ഇതിൽ ബ്രാൻഡിങ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ആക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഇത് അറേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിനനുസരിച്ച് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ 2 സ്കില്ലാണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ ഒന്നും പാടെ കൊടുക്കാം. 2 കൊടുക്കുന്ന എക്സാമ്പിളായിട്ട്. ഇനി അടുത്ത ഏതൊക്കെ ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്, അത് നിങ്ങളിവിടെ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് മലയാളം അറിയെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിലൊന്ന് ടച്ച് ചെയ്യുക. അതേ സെയിം ഫോണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതിലൊന്ന് ടച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കോപ്പി ആവും. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായിട്ട് ഇതിൽ ടച്ച് ചെയ്യുന്നത് ആ പ്ലസ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യുക, കോപ്പി ആവും. ഓക്കെ, അപ്പോൾ സെയിം ഫോണ്ട് തന്നെ നമുക്ക് ലഭിക്കും കേട്ടോ. ഓക്കെ, വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയും ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഫ്രഞ്ച് എന്നുള്ളിടത്ത് ഞാനിവിടെ ഹിന്ദി എന്ന് കൊടുക്കാം. സോറി, നമ്മൾ ഹിന്ദി കൊടുക്കുന്നു. ഇതിനടുത്തത് മലയാളം കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം അതൊക്കെ കൊടുക്കുക. ഇനി ഫ്രഞ്ചോ ജർമ്മനോ ഇതൊക്കെ അറിയെങ്കിൽ നിങ്ങൾ അനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത് ഡിലീറ്റ് ആക്കട്ടെ. 3 ലാംഗ്വേജസ് കൂടെ കൊടുത്തു. അപ്പോൾ ലാംഗ്വേജസ് നിങ്ങൾക്ക് ഒരു ഇതിൻ്റെ അറേഞ്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അതിനനുസരിച്ച് ആദ്യം മലയാളം കൊടുക്കണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് മലയാളം മുകളിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിന് കുറച്ച് താഴോട്ട് ഇംഗ്ലീഷ് കുറച്ച് നമുക്ക് താഴോട്ടാക്കാം, ഹിന്ദി കുറച്ച് താഴോട്ടാക്കാം. നിങ്ങളുടെ ഒരു മോഡിഫിക്കേഷൻ വേണമെങ്കിൽ ഇതിൽ കൊണ്ടുവരാം. ഓക്കെ, നമുക്കത് റീ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് സ്പേസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കുമ്പോൾ അതിലൊരു ഭംഗി ഉണ്ടാവും. ഓക്കെ, അനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളിതാ ഇതേപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏതാണ് ഡ്യൂറേഷൻ ആണ് ആദ്യം കൊടുക്കേണ്ടത്. ആദ്യത്തെ കോളത്തിൽ ഡ്യൂറേഷൻ, പിന്നെ കമ്പനിയുടെ പേര്, അഡ്രസ്സ് രണ്ടാമത്തത്, പിന്നെ എന്ത് പോസ്റ്റാണ് നിങ്ങളുടെ ആ ഡെസിഗ്നേഷൻ എന്തായിരുന്നു അവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ജിയോളജിസ്റ്റ് ആണെങ്കിൽ ഞാൻ ജിയോളജിസ്റ്റ്. ഇനി നിങ്ങൾ ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറോ ഇനി ഡാറ്റ അനലിസ്റ്റോ ഇനി എഞ്ചിനീയറോ JEO അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി അതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഇതേ സെയിം സംഭവം നമുക്ക് അതിനെക്കുറിച്ചിട്ട് കൊടുക്കേണ്ട എന്താണെന്നൊക്കെ നമുക്ക് ആര് പറഞ്ഞിരുന്നു വെച്ചാൽ നമുക്ക് ഇവിടെ അതേപോലെ ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്ത പോലെ നിങ്ങൾക്ക് എന്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, നമ്മുടെ ChatGPTയോട് എന്തും ടൈപ്പ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ChatGPTയിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ അത് സേവ് ആയിക്കോളും. ഓക്കെ, നമ്മൾ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ അതിൽ സേവ് ആയിക്കോളും. ഓക്കെ, പിന്നെ നമുക്കത് പിന്നീട് നമുക്ക് എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നമുക്ക് അതിൽ വീണ്ടും റീജനറേറ്റ് ചെയ്യാനും നമുക്ക് ഇത് പോരാ, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് വീണ്ടും ഒന്നും പാടെ ഒന്ന് ക്ലിയർ ആക്കി തരണമെങ്കിൽ വീണ്ടും നമുക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ സെയിം ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ആ ഒരു പോസ്റ്റ് നമുക്ക് എഴുതി തരും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓരോന്നും ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇതുപോലെ ഈ പറയുന്ന സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് ജസ്റ്റ് വേണ്ടതിനനുസരിച്ച് ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ചുരുക്കി കളയാൻ പറ്റും. ഓക്കെ, 2 എക്സ്പീരിയൻസ് ഉള്ളെങ്കിൽ അങ്ങനെ നിങ്ങൾ മൂന്നാമത്തെ ഇല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതൊക്കെ ഡിലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അവിടേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വേറെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഡിലീറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഭാഗത്തൊന്ന് വേണമെങ്കിൽ ഇവിടെ റെഫറൻസ് ആണ്. റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക് കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയുന്ന 2 പേരുടെ റെഫറൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോ അപ്പോൾ അവരുടെ പേരും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ 2 ആളുടെ കൊടുക്കാം, വേണമെങ്കിൽ ഒരാളുടെ കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളത് കൊടുത്താൽ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് അവർ ഈ പറയുന്ന നമ്മളൊക്കെ അതുപോലെ നമ്മൾ കറക്റ്റാണോ നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ അവർക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വേണമെങ്കിൽ അത് കൊടുക്കാം. അവരുടെ മെയിൽ ID യും അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം, അവരുടെ പേരും ഇതൊക്കെ കേട്ടോ. താല്പര്യം
ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നമുക്ക് ലേയേഴ്സ് എന്നുള്ള ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത ഓരോന്നും, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫോൺ നമ്പറിൻ്റെ നമ്മളവിടെ ജസ്റ്റ് നമുക്ക് അതിന് പെട്ടെന്ന് പോയി നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതാ ഫോണ്ട് ചേഞ്ച് വരുത്താം, കളർ ചേഞ്ച് വരുത്താം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരുപാട് മോർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് പേജ്, ഇതേ സെയിം പേജ് നമുക്ക് വേറെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയുള്ളൊരു CV നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു CV ആണ് ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ഒന്ന് മാറ്റണം എന്നുകൊണ്ടാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് അതിനനുസരിച്ച് ഇവിടെ കൊടുക്കാം. റെഡ് നമുക്ക് അതിലേക്ക് ഒരു ഭംഗിയില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഒരു കളർ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ആ രീതിയിൽ നമുക്കിത് മാറ്റാം. നിങ്ങളുടെ പേരിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് ലെറ്ററിൻ്റെ ഫോണ്ട് മാറ്റാം. ഓക്കെ, അതിനനുസരിച്ച് എന്തും ചെയ്യാവുന്നതാണ്. ഓക്കെ, എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഡ്രാഗ് ചെയ്യാം ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ChatGPT യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലേക്ക് കൂടുതൽ സ്കില്ല് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ChatGPTയോട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ അധികവും എന്താണ്, ഇപ്പം പല ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്ക് തന്നെ വീട്ടിലിരുന്ന് നമ്മൾ 1-2 ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പേവുകളൊക്കെ വരും. പിന്നീട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രൊഫഷണൽ ടച്ചുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു റെസ്യൂമെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്ത് പൈസ വാങ്ങുകയും അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കും ചെയ്യും. വേണമെങ്കിൽ റെസ്യൂം ബിൽഡ് ചെയ്ത് പൈസ വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവയുടെ ഒക്കെ ഒരു വർഷത്തേക്കുള്ള ആ ഒരു എന്താണ് സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്താൽ നിങ്ങൾക്ക് അടിപൊളി പ്രൊഫഷണൽ ടച്ചുള്ള ഇത് നിങ്ങൾക്ക് വേറെയും എന്താണ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഫ്രീലാൻസ് ഏണിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൻ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ള ലിങ്കുകളെല്ലാം ക്യാൻവയുടെ ലിങ്കും, ക്യാൻവയുടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ മൊബൈലിൽ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ ക്യാൻവ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് വെബിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഈ ലാപ്ടോപ്പിലാണെങ്കിൽ ഇപ്പം എനിക്ക് കുറച്ചും പാടെ കറക്റ്റായിട്ട്, ഇപ്പം ഞാൻ മൊബൈലിൽ അങ്ങനെ കാര്യങ്ങളും ചെയ്യാറില്ല. അപ്പം മൊബൈലാകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പം നമുക്കതിൽ എക്സ്പേർട്ട് ആവണം. ലാപ്ടോപ്പിലാകുമ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വേഗം ചെയ്യാൻ പറ്റും. റെക്കോർഡിംഗ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പം മൊബൈലാകുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം അതിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഡൗൺലോഡ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഷെയർ എന്നുള്ളൊരു ബട്ടണാണിത്. ഏറ്റവും കോർണറിൽ റൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഞാൻ കാണിക്കാം അവിടെ. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം, ഇതാ ഇവിടെ ഏറ്റവും മുകളിൽ. ഓക്കെ, ആ ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് എന്നുള്ള താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡ്, ഷെയർ ലിങ്ക്, അങ്ങനെ പ്രിന്റ് വിത്ത് ക്യാൻവ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. PDF ആയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഈ PNG, JPG, ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ PDF ആണ് ഞാനിവിടെ എന്താണ് ക്ലിക്ക് ചെയ്തത്. ഇനി നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, പ്രിപ്പയറിങ് യുവർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫയൽ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ഫയലിൽ കാണിച്ചു തരാം. ഓക്കെ, ഡൗൺലോഡ് ഫോൾഡർ നമ്മൾ ഓപ്പൺ ആക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും എപ്പോഴും ഷെയർ ചെയ്യാം. ഇത് നമ്മൾ ക്യാൻവയിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ എന്ത് ചെയ്യും, അതിൽ സേവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം എന്താണ് റെസ്യൂമെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും മോഡിഫൈ ചെയ്യാം. അതിൻ്റെ കോപ്പി നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു കോപ്പി അവിടെ വെച്ചിട്ട് മോഡിഫൈ ചെയ്യുന്ന പുതിയ കോപ്പിയിലാക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൽ സൈൻ ഇൻ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.